ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇതാ. നമ്മുടെ ഏഴാമത്തെ നിയമം, ഏഴാമത്തെ റൂളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പറയല്ലേ, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഈസ്റ്റ്, വെസ്റ്റ്, തെക്ക്, സൗത്ത്, നോർത്ത്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മളങ്ങനെ പറയുമ്പം ആ ദിക്കുണ്ടല്ലോ, ദിക്ക്. ഇപ്പം ദിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ കൂടെ ദാ ചേർക്കണം. അതുപോലെ ദിക്ക് സംബന്ധം ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്തേൺ, സൗത്തേൺ ഇതൊക്കെ പറയാനും ദ ചേർക്കണം. അത് ദയുടെ ഒരു ഉപയോഗം. അതായത് ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ ഉണ്ടല്ലേ, ദ ഈസ്റ്റ്, they settled in the east. Then the west, like the western people are philosophical, the eastern are spiritual. അവർ തത്വശാസ്ത്രം, നമ്മൾ ആത്മീയത എന്നാണ് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദ നോർത്ത്, നമ്മൾ പറയല്ലേ, ദേ ഹാവ് സെറ്റിൽഡ് ഇൻ ദി നോർത്ത്. അവരവിടെ നിന്ന് ആ സ്ഥലം താമസിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ദ അറ്റാക്ക് കെയിം ഫ്രം ദ സൗത്ത്. ആ സ്ഥലം, ആ ഏരിയ എന്നുള്ള അർത്ഥം. ഇവിടെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കിഴക്കുള്ള സ്ഥലം എന്നുള്ള അർത്ഥമാണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുള്ള സ്ഥലം, ഏരിയ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ഈസ്റ്റേൺ, വെസ്റ്റേൺ എന്നൊക്കെ പറയുന്നത്. നോർത്തേൺ, ദ നോർത്തേൺ പീപ്പിൾ ആർ വെരി ഹാർഡ് വർക്കിംഗ്. ദ സദേൺ പീപ്പിൾ ആർ ഓൾസോ വെരി ഹാർഡ് വർക്കിംഗ്. മനസ്സിലായില്ലേ? അതാണ്. പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, എന്നാ പറയും, ബട്ട് ഇതാണ് ഈ സ്ഥലം, ഈ സൗത്ത് നോർത്ത് എന്നൊക്കെ പറയില്ലേ, അതൊരു ഡയറക്ഷൻ ആണെങ്കിൽ, സ്ഥലമല്ല, പക്ഷെ നമ്മൾ പറയുക അങ്ങോട്ടേക്ക് എന്നുള്ള അർത്ഥമാണെങ്കിൽ ഇതാ വേണ്ട. ഉദാഹരണത്തിന് കണ്ടോ, ഹി വാക്ക്ഡ് ഈസ്റ്റ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ഹി വാക്ക്ഡ് ഈസ്റ്റ്, അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോക്ക്, അവൻ അങ്ങോട്ട് പോയി എന്നുള്ളതാണ്, അല്ല സ്ഥലമല്ലത്. ദേ ഹാവ് സെറ്റിൽഡ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമാണ്. പക്ഷെ ഹി വാക്ക്ഡ് ഈസ്റ്റ് ഫോർ മീറ്റിംഗ് ഹിസ് ഫ്രണ്ട്സ്, അപ്പം അതായത് ഒരു ഡയറക്ഷനാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ, ആദ്യ ഭാഗത്തെല്ലാം നമ്മൾ പറയുന്നത് ഒരു ഏരിയ അല്ലെ സ്ഥലമായിട്ടാണ് നോർത്തിനെ സൗത്തിനെ കാണുന്നത്. ഇതങ്ങനെയല്ല, ഇതൊരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്, യാത്ര ചെയ്തു എന്നുള്ളതാണ്. എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ നോർത്തിലേക്ക് പോയി. അതേസമയം മറ്റേടത്ത് എവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദ നോർത്ത് നോക്കും സ്ഥലം. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി, ദ ബേർഡ്സ് ഫ്ലൂ സൗത്ത് ഫോർ ദ വിന്റർ. അവിടെ അവർ താമസമല്ല, അങ്ങോട്ട് പോവുക, ദിക്ക് എന്നെ കാണിക്കുക, ആ ദിക്കിലേക്ക് പോയി. ഇപ്പം ദ ബേർഡ്സ് ഫ്ലൂ സൗത്ത്, എന്താ സൗത്ത് അല്ലേ, സൗത്ത് ഫോർ ദ വിന്റർ. അതാണ് നമ്മൾ ദ ബേർഡ്സ് സെറ്റിൽ ഡൗൺ ഇൻ ദ സൗത്ത് എന്ന് പറയണം. അതാണ് ഇവിടെ സ്ഥലമാണ്, പക്ഷെ ഇവിടെ സ്ഥലമല്ല. ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ നോർത്ത്. നമ്മൾ ചിലപ്പം വഴി പറഞ്ഞു വിളിക്കല്ലേ, ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ നോർത്ത്. അവിടെ താമസിക്കുന്നില്ലല്ലോ, അതൊരു സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് അവിടെ വേണ്ട, എന്ത് വേണ്ട, ആർട്ടിക്കിൾ വേണ്ട. അതാണ് ഇവിടെ കണ്ടോ, ദ വിൻഡ് ഈസ് ബ്ലോയിങ് വെസ്റ്റ്. ദ വിൻഡ് ഈസ് ബ്ലോയിങ് വെസ്റ്റ്, അല്ല വിൻഡ് അവിടെ സ്റ്റേ ചെയ്യുമല്ല.
അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട. മനസ്സിലായി? ഉദാഹരണം പറയണമെങ്കിൽ ദ വിൻഡ് ഈസ് ബ്ലോയിങ് നോർത്ത്, അവിടെയും വേണ്ട. ഇതാ കാര്യം എന്നാ, അതവിടെ സ്ഥലമല്ല. അതേസമയം ഇവിടെ സ്ഥലമാണ്. ഇതുണ്ട്, നമ്മൾ പറയല്ലേ they have settled in the east. Animals have made their caves in the south. അത് അവിടെ സെറ്റിൽഡ് ആയതുള്ളതാണ്. മൃഗങ്ങളെല്ലാം തെക്ക് ഭാഗത്ത് പോയി താമസിക്കുന്നു, ഗുഹകളിൽ താമസിക്കുന്നു. എന്തോ സംഭവിച്ചു, അല്ല കാട്ടുതീയൊക്കെ വന്നതായിരിക്കും, അത് നമുക്കറിയത്തില്ല. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അപ്പം സൗത്ത് നോർത്ത് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഈസ്റ്റേൺ വെസ്റ്റേൺ എന്നൊക്കെ പറയുന്നത് ദ ഈസ്റ്റേൺ ദ വെസ്റ്റേൺ ഒക്കെ നമ്മൾ പറയണം. അതേസമയം അത് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഡയറക്ഷനായിട്ടാണ് പറയുന്നതെങ്കിൽ ദ വേണ്ട. ഹി വാക്ക്ഡ് സൗത്ത്, ദ ബേർഡ്സ് ഫ്ലൂ north, turn left and go east. No, turn left and go east. Turn left, turn east and go south. എന്ന് പറയുമ്പോൾ ആ സ്ഥലമല്ലല്ലോ, അതാണ് എൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ ഇത് പറയുമ്പം നമ്മളല്ലേ ദേവ് സെറ്റിൽഡ് ഇൻ ദി ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്കൊരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നു, സ്ഥലമാണത്. പക്ഷെ ഇവിടെ സ്ഥലമല്ല, ഇവിടെ ഒരു ഡയറക്ഷനാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചു നിർത്തട്ടെ. ബൈ.